എന്റെ പേര് സുപ്രഭാതം. എന്റെ പേര് സുപ്രഭാതം. വിശക്കുന്നു അത് correct ആണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മലയാളമല്ലല്ല. ഓ, അത് തമിഴാ. നീ ആരെഞ്ഞോ നീ ആരെഞ്ഞോ Who says sorry first? നീ. അത് പിന്നെ അങ്ങനെയല്ലേ വെച്ചുള്ളൂ. Why? Why not? I like cry. I Sometimes, like crying. yeah, sometimes I watch movie and she said, why you cry? She patti die. ഭയങ്കര എക്സ്ട്രോവേർട്ട് എന്നാ ഞാൻ വിചാരിച്ചത്. ഇൻട്രോവേർട്ട് ആണോ? ക്യാമറ നോക്കാക്കണേ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? Single boys? Yes. I have friends. They will ask, okay, you have any pretty girls in Yes, India? yes. വല്ലൊക്കെ കൊണ്ട് എനിക്കിനിപ്പോ എന്തിനാ, എനിക്കല്ലേ വേറെ ആർക്കെങ്കിലും. I say first you come here. ഒരുത്തൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് എന്തോ, അതെല്ലാ വീഡിയോയിലും ഉണ്ട് ആ സെയിം തന്നെ. അന്ന് പറയാന്ന് എന്തോ, ഇപ്പൊ കൂടെ തന്നെ ഉണ്ടോ, നാട്ടിലേക്ക് വരുമ്പോ അവനെ കൊണ്ട് തന്നെ വരണം, അല്ലാതെ ഇവിടെ വന്നിട്ട് നിന്നെ സ്ത്രീധനം തരാതെ കെട്ടാൻ വേറെ ആരും ഇല്ല. ഒരു അമ്മാവൻ അങ്ങനത്തെ ഒരു സംസാരം, അമ്മാവന്മാരെങ്ങനെ സംസാരിക്കും സംസാരം അതേപോലെ തന്നെ മൊത്തം എല്ലാത്തിലും ഉണ്ട്. വിചാരിച്ചേക്കുന്ന ഇവിടെയുള്ള ബോയ്സ് മൊത്തവും ഗേൾ ഫ്രണ്ട്സിനെ അടിക്കുകയും വൈഫിനായാലും റെസ്പെക്ട് ഇല്ലാതാണ് ഇതാണെന്നൊക്കെ അന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. പക്ഷെ അതല്ല സത്യം, എല്ലാരും ഒരേപോലെ അല്ല, അത് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവൻ കാണുന്ന എല്ലാം അങ്ങനത്തതാണ്, അതുകൊണ്ട് കാണുന്നതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാണുന്ന എല്ലാം ഫ്രണ്ട്സിന്റെ ആയാലും അടിക്കുന്നതും ചീത്ത പറയുന്നതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാട്ടില് സ്ത്രീധനത്തിന്റെ പേരില് മരിക്കുന്ന പെൺകുട്ടികളുടെ ജാതിയുടെ ആയാലും മതത്തിന്റെ ആയാലും എല്ലാം ഞാൻ പറഞ്ഞു. ആരാ അപ്പൊ അത് സോൾവ് ചെയ്യുന്ന വഴക്കൊക്കെ ആവുമ്പോ? Who will solve the fight? Together. Together. Yeah, she something don't like, I something don't like, but after 5 minutes we hug each other. Yeah, because of course different culture, different mind, different age, and but for me she like my age, and I think for she I like she age, and after fight we very fast. പെട്ടെന്ന് സെറ്റ് ആവുമല്ലേ? Yes, ഓക്കെ. ഇപ്പം ഇച്ചിരി ഏജ് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പുള്ളി ഭയങ്കര മെച്ചോർഡാന്ന് തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ടോ? മനസ്സിലാക്കി തരാം. എന്താ കൂടുതലും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? മനസ്സിലായി പഠിക്ക്, കുറെ ബുക്ക് മേടിച്ചു തരും, വായിക്കാൻ പറയും. ബുക്ക് വായിച്ചാലേ കുറച്ചുകൂടെ മെച്ചൂർഡ് ആവത്തുള്ളൂ. മെച്ചോർഡ് ആവത്തുള്ളൂ. സീക്രട്ട് ബുക്ക്, പിന്നെ സൈക്കോളജി ബുക്ക്, അങ്ങനത്തെ കുറെ ഉണ്ട്, അതൊക്കെ തരും. അങ്ങനെ കുറെയൊക്കെയാണ്. കരയുമ്പോഴൊന്നും വന്ന് സമാധാനിപ്പിക്കത്തില്ല, അപ്പൊ എന്റെ ഈഗോ കുറച്ചങ്ങ് പോകും. എന്താണ് പുള്ളിയെ കണ്ടൊരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്? എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. റെസ്പെക്ട് ചെയ്യുന്നു, അടിക്കുന്നില്ല. അപ്പൊ നേരത്തെ റെസ്പെക്ട് കാണിക്കുമോ? അങ്ങനെ എടുത്തു പറഞ്ഞപ്പോഴത്തേക്കും ഉപദ്രവിച്ചിട്ടുണ്ടോ നേരത്തെ പാസ്റ്റ് റിലേഷൻഷിപ്പ്? ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത് എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അടിക്കുന്നില്ല, അതാണ് ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത്. ഓക്കെ, വേറെ? കെയറിങ്, നല്ല കെയറിങ്. എന്താണ് കെയറിങ്? എന്ത് കെയറിങ് ആണ്? എനിക്കറിയണം റഷ്യയിലുള്ള കെയറിങ് എന്താണെന്ന്, അതുകൊണ്ട് ചോദിക്കുന്നത്. എനിക്കിപ്പോ വയ്യെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരും, വയ്യെങ്കിൽ റെസ്റ്റ് എടുത്തോളാൻ പറയും. അത് റിലേഷൻ ആയിരുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, കിടക്കാനൊന്നും സമ്മതിക്കത്തില്ല. ഇപ്പൊ ഭയങ്കര കിടക്കാൻ സമ്മതിക്കത്തില്ല. വയ്യെങ്കിലല്ല, ഞാൻ എപ്പോഴും ഭയങ്കര ലേസിയാണ്, ഉറങ്ങും. പിന്നെയാണ് ബുക്കൊക്കെ മേടിച്ചു തന്നിട്ട് പോയി പഠിക്കുക. കുറച്ചുകൂടി മാറി, നല്ല മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നു നന്നായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ചേഞ്ച് ആയി പുള്ളി വന്നപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട്. വൃത്തിയുടെ കാര്യം എല്ലാം നീറ്റായിട്ട് വെക്കാം. പണ്ട് നമ്മള് ഭയങ്കര ലേസിനെസ് ആണല്ലോ ഗേൾസ് ഒക്കെ, വീട് എങ്ങനെ ഇടന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, പുള്ളി ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആരാ അപ്പൊ ക്ലീൻ ഒക്കെ ചെയ്യുന്ന? വീട് ഒത്താണ് ചെയ്യുന്നത്. ചില സമയത്ത് എന്നെ സഹായിക്കും, ചിലപ്പോ പുള്ളി വർക്ക് ചെയ്യുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. പുള്ളി എന്താ വർക്ക് ചെയ്യുന്നത്? വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ പ്രൊഡക്ഷൻ. വാട്ട്സ് യുവർ ജോബ്? Yeah, video production. Okay. Now I'm like a freelancer because I travel, and here in India I find customers in Russia and do work like same shooting, video editing, designing, AI, എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഡിസൈനിങ്. ഓക്കെ. അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് റഷ്യയിൽ പോയി അല്ലേ? റഷ്യയിൽ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് റഷ്യയൊക്കെ കാണുന്നത്, ആദ്യമായിട്ടാണ് പുറത്തോട്ട് പോകുന്നത്?
ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ് ചേഞ്ചിങ് ഒന്ന് ആലോചിക്കേ, വർക്കിൽ നിന്ന് കണ്ടുമുട്ടി കല്യാണം കഴിച്ച് റഷ്യയിലോട്ടൊക്കെ പോകുന്നത്. ചിലർക്ക് ഡ്രീമാണ് റഷ്യയിലോട്ടൊക്കെ പോകുന്നത്. പെട്ടെന്ന് അത് ഇത്ര യങ് ഏജിൽ തന്നെ അതങ്ങ് നടന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു റഷ്യയിൽ പോയിട്ടാവും? നല്ല ഹാപ്പി ആയിരുന്നു, പ്രതീക്ഷിക്കാതെ നടന്നല്ലേ ഇതൊക്കെ. അപ്പൊ റഷ്യയിൽ പോയിട്ട് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? പുള്ളിയുടെ ഫാമിലിയൊക്കെ നല്ല കൈൻഡാണ്, നല്ല കാര്യമാണ് എന്നോട്. ഞാൻ ചെന്നപ്പോൾ തന്നെ എന്തുവാ, എനിക്ക് ഇവിടുത്തെ ഞങ്ങള് വേറെ വീട്ടിലൊക്കെ പോവാന്നെങ്കിൽ ഒരു ഇതില്ല, എന്തുവാ ഒരു സാധനം എടുക്കണമെങ്കിൽ തന്നെ മടിച്ചൊക്കെ ആയിരിക്കും, അവർ ഒരുമാതിരി നോട്ടോ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല, എനിക്ക് എവിടെ വേണമെങ്കിലും പോയി കിടക്കായിരിക്കും, എന്ത് ജോലിയൊന്നും ചെയ്യണ്ട എനിക്ക്, അതാണ് എനിക്ക് വേണ്ടത്. അല്ല അമ്മ തന്നെ ചെയ്യും. അമ്മ ചെയ്യും. അമ്മയെന്നാണോ വിളിക്കുന്നേ? മാമ. മാമ മാമ എന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങളല്ലേ? മാമ മാമ പാപ്പ പാപ്പ മാമ. അപ്പൊ വൈഫിന് എന്തോ വിളിക്കും? жена жена കൃഷ്ണനായിരുന്നു. жена ജന. എന്താ വിളിക്കുന്നത് അപ്പൊ? വിജി. വിജി വി. ഓക്കെ ഓക്കെ. അപ്പൊ അവിടുത്തെ കൾച്ചർ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൾച്ചറൊന്നും എനിക്ക് ബാധ്യം ഒന്നും ഇതായിട്ടില്ല. പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെയാണ്, എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്താ പറഞ്ഞു? ഞാൻ ഇവിടെയൊക്കെ എപ്പോഴും കഴിച്ചിട്ട് ഏമ്പക്കം വിടും, അങ്ങനത്തുള്ളതൊക്കെയാണ്. എന്റെ അടുത്ത് പറഞ്ഞാൽ ഒന്നും ചെയ്യല്, സൈലന്റ് ആയിരിക്കണം. ഞാൻ ഇരിക്കുന്നത് എങ്ങനെയാണ് എപ്പോഴും, ഇങ്ങനെ ഇരിക്കണം, കിടന്ന് അലക്കരുത്, ഇങ്ങനെ ഇരിക്കുന്ന അതൊക്കെ കുറെ ഇതാക്കി. അപ്പൊ അതൊക്കെ പറഞ്ഞു അവരെ പോയിട്ട് അങ്ങനെ ഒന്നും ചെയ്യരുത്, ഫാമിലി ഇരിക്കുമ്പോ എപ്പോഴും ഫോൺ നോക്കരുത്, റെസ്പെക്ട് ചെയ്യണം, ഫാമിലി റെസ്പെക്ട് ചെയ്യണം. അമ്മ എല്ലാരും കൂടി കഴിക്കാതിരിക്കുവാണെങ്കിൽ ഫോൺ യൂസ് ചെയ്യരുത്, ഒന്നും മനസ്സിലായില്ലെങ്കിൽ അവിടെ ഇരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓക്കെ. അവിടെ പോയപ്പോ എന്തായിരുന്നു ആദ്യം ഒരു ഇത്? നമുക്കൊരു അറിഞ്ഞൂടെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോവാണ്, ഭാഷ അറിയത്തില്ല, അവിടുത്തെ ക്യാഷിന്റെ കാര്യം അറിയത്തില്ല, പെട്ടെന്ന് കണ്ടപ്പോ എന്തായിരുന്നു ഒരു മനസ്സിൽ തോന്നിയത്? ദൈവമേ ഇത് എവിടെയാ? തിരിച്ച് ഇന്ത്യ പോയാൽ മതിയായിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു, വിചാരിച്ച പോലെയൊന്നുമല്ല. ഭയങ്കര നിനക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു പോകണമെന്നുള്ള കാര്യത്തിൽ പറ്റത്തില്ലായിരുന്നു നല്ല രീതിയിൽ. അവിടെ എന്തായിരുന്നു ഫുഡ് അപ്പോ? നൂഡിൽസ്, പിന്നെന്തോ pasta soup cakes like meat cakes. മീറ്റ് കേക്കോ? ഓക്കെ. അപ്പൊ എന്തായിരുന്നു ഇഷ്ടം? ഇഡ്ഡലി സാമ്പാർ, ദോശ സാമ്പാർ, ഇതാണ് ഇഷ്ടം? ചോറ്. ചോറ് അതവിടെ കിട്ടിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇന്ത്യയിലോട്ട്. എത്ര നാളപ്പോ അവിടെ നിന്ന്? 3 മാസം ഉണ്ടായിരുന്നു. 3 മാസം. അപ്പൊ എങ്ങനെയായിരുന്നു അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ? ഓക്കെ. ഭയങ്കര തണുപ്പായിരുന്നല്ലേ? വന്നപ്പോ തന്നെ പറഞ്ഞു ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. ഡ്രസ്സൊന്നും അപ്പൊ സ്ലീവ്ലെസ് പുറത്ത് പോകുന്നെങ്കിൽ 5-6 എണ്ണം എടുത്തിടണം, കുറെ എടുത്തിടണം. പുള്ളിക്ക് പക്ഷെ റഷ്യയാണ് കംഫർട്ട് അല്ലേ? ഇവിടെയാണ് നല്ലതെന്ന് പറയുന്നത്, ചൂട്. Okay, you like Kerala? Yes, I very like Kerala. Okay, what do you like I've been in India, like a north side, central side, and Kerala is the best. Kerala is the best. Yes. What the difference between the north and south? No, I say about Kerala. Kerala people's more happy. More smile, more friendly. But north side also friendly people who travelers. Local people more strict, more than strict. I don't know, maybe different, very culture different, because Malayali culture, Tamil culture also different, and north side very different culture. And people here level of life more good. Yes, more good. And because people happy, government also very good. Very yes. When government was good. You know situation in airport, my visa expiry date. Like my passport finish, and no one country say green corridor, give and go you country. But I say I have like girlfriend, my wife wait me, no, I need come fast. And because this situation, government like federal office understand, and give permission for how is it visa. Understood. Okay. And this in Russia, I say, go try, ask Russian government, maybe New Year possible you stay here. Like one more 2 week you stay in Russia. But Russian government very strict. No, you need go together after renew visa and come back.
But here, oh, super So you love- respect to government. Okay. You love this government. Yes. Okay. What do you know about the Malayalam words? Which word you know? No, not so many, but I every time Say ask. some. You know the word Malayalam word. Some words. എന്റെ പേര് സുപ്രഭാതം. എന്റെ പേര് സുപ്രഭാതം. Like I starting. സുപ്രഭാതം. എന്റെ പേര് ദീമ. എന്റെ 34 വർഷം. No? Correct. Okay. പട്ടിപ്പൂച്ച. തേമ ഞാൻ പേടിച്ചിരിക്കുന്നു. എന്തെങ്കിലും പഠിപ്പിച്ചെടുത്തിട്ടുണ്ടോ? ഓക്കെ. ശരി. മലയാളത്തിൽ പറ. വിശക്കുന്നു അത് കറക്റ്റ്. വിശക്കുന്നു. വിശപ്പില്ല. വിശപ്പില്ല. ജോലിയുണ്ട്. ജോലി ജോലിയുണ്ട്. ഓക്കെ. അതൊക്കെ ഇവിടെ കേരളത്തിൽ കേൾക്കണമല്ലോ. ജോലിയുണ്ട്, വിശക്കുന്നില്ല, എല്ലാം നീ കറക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. ജോലി ഉണ്ടോ ചോദിച്ചാൽ ഉണ്ടെന്ന് പറയണം. ഓക്കെ. ഡിഡ് യു വാച്ച് എനി മൂവി മലയാളം? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇത് കറക്റ്റ് ആയിട്ട് അറിയാം. ഓക്കെ. ഐ ലവ് യു. ഓക്കെ. മനസ്സിലായി. ഡിഡ് യു വാച്ച് എനി മലയാളം മൂവീസ്? We watch Malayalam movies. Which movie? English subtitles. So this name of movies I don't know. Okay. Yeah, serious. But last movie what we watching? Which movie watching? Not so many movies we watching. Okay. Yeah. Did you know any Malayalam song? Yeah, so many Malayalam songs. Only. Okay, sing one song. Malayalam song, please. Oh. പൂക്കളെ. മലയാളം അല്ലല്ല. അത് തമിഴാ? Tamil Malayalam we Okay. song. Malayalam song. മലയാളം സോങ് 2 ലൈൻ ഉള്ളു. വീർപ്പ് തുണിയത്ത് കുപ്പായ. അതിൽ this rap song, yeah. Okay. Brother, every time this brother we listen rap song. Any other song? You know, so many songs. I know this question have. And when I sleep, okay, which songs I need sing. And now only. നിനക്ക് അറിയത്തില്ല ഏത് പാട്ടാ പുള്ളി മലയാളത്തിൽ ഏതെങ്കിലും ഒന്ന് റിപ്പീറ്റ് ആയിട്ട് കേട്ടിട്ടുള്ളതെന്ന്? No, നീ അറിഞ്ഞോ, നീ അറിഞ്ഞോ, നീ എന്റെ നാരന്ന്, നീ അറിഞ്ഞോ. ബാക്കി പാട്. മഴക്കാണ് എനിയാണ്. ഓക്കെ. കൊച്ചിന്റെ കഷ്ടപ്പെട്ടില്ല. അവന് ഇന്റർവ്യൂവിന് വരത്തില്ല. ഓക്കെ. ഐ വിൽ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ബോത്ത് ഓഫ് യു. ഓക്കെ. രണ്ടുപേർക്കുണ്ട്. നമുക്ക് ഒരാൾക്ക് മാത്രമല്ല. ഹു ഈസ് മോർ പോസസീവ്? പോസസീവ്. എന്താ പോസസീവ്? ശരി. പൊസസീവ്. എന്താ ഇപ്പൊ പറഞ്ഞേ? ഞാൻ അല്ല, എന്തോ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തല്ലോ. പൊസസീവ് എന്താന്ന് ചോദിച്ചപ്പോ ജലസ്. ഓക്കെ. പൊസസീവ് ഷീ. ഓക്കെ. ഹു ഈസ് മോർ റൊമാൻറ്റിക്? I try. Yes. ഞാനാണ്. She say me how need something doing because I don't know what she like, and I every time I ask this you want this. Yeah. അതല്ല ഞാൻ ചോദിച്ച റൊമാൻറ്റിക് ആയിരുന്നു ചോദിച്ചിട്ടേ. അവളിന്ന് വീട്ടിൽ പോയിട്ട് അടിക്കും. നീ എന്തൊക്കെയാണോ പറഞ്ഞോളൂ പോയിട്ട്. ഓക്കെ. ഹൂ സേ സോറി ഫസ്റ്റ്? Me. അത് പിന്നെ അങ്ങനെയല്ലേ എത്തുള്ളൂ. Why not? ഓക്കെ. My ego very low. Mine's are ego very low. പിന്നെ കണ്ടറിയ 2 വർഷം കഴിയുമ്പോൾ ഇതിന് പറയണേ. ഓക്കെ. ഹൂ ഈസ് മോർ കെയറിങ്? Yes, she very good cook. No, both. Yeah. Who is more funny? I try. Okay. Who spends more money? Okay. Who takes more selfie? Selfie. She every time. Okay. Who is more lazy? Both, I think. Who is more emotional? Niji. Okay. What emotional? Oh, എപ്പോഴും emotional ആണോ? Me also emotional. I like cry sometimes. I like crying. Yeah, sometimes I watch movie and she said, why you cry? You say patida. Something like this, yeah, and very sensitive. Yeah. Okay. Mood swings ഒക്കെ വരാറുണ്ടോ? മൂഡ് സ്വിങ്സ് അപ്പൊ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളി? മൈൻഡ് ആക്കത്തില്ല. ആര് പോയിരുന്നു കരഞ്ഞിട്ട് പിന്നെ കയറി. Okay. Who plans dates better?
I plans. I every time plans. Every time. Every time. Yes. എന്താണത്? ഓക്കെ, ഹൂ കുക്സ് ബെറ്റർ അറിയാം. No, VG. VG experiment cook. For me, this is very best. I like. You every like time- Kerala food? Yes, very like. Which food you like? Masala dosa. അത് മാത്രം അറിയാം. നീ കുറേ മേടിച്ചെടുത്തോണ്ട് മസാല ദോശ. This best. For me, best. First time I try in Goa, masala dosa. I love this Okay. food. Yeah. After I special come traditional food eating. Paneer butter masala. very പനീർ like. ബട്ടർ മസാല. ഓക്കെ. സദ്യ കഴിച്ചിട്ടുണ്ടോ പുള്ളി? യു ലൈക്ക് സദ്യ? Sadhya, yes. Yes, sadhya. This thali, yeah, thali. Study means Thali meals. ഹൂ ടാക്സ് മോർ? Tax. ടോക്സ് Talks. ആരാ കൂടുതൽ സംസാരിക്കുന്നത്? No, I'm not toxic. no ടോക്സിക് അല്ലടാ. Toxic or not? talk. Talk. ലൈക്ക് എക്സ്ട്രോവേർട്ട്. I want every time talking, but because I don't know Malayalam, it's very hard. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ലവ്സ് മോർ? Together, I think. ഓക്കെ, വാട്ട് ഇസ് എ ഫ്യൂച്ചർ പ്ലാൻ? But now you are getting married? Future plans. I think this year we stay here in Kerala. Maybe travel north side. Same do content creations. After that, I want to build family with VG, and we after baby. Oh, baby. Yeah. Okay, how many House. baby you want? How many baby? You have any plan? 10. 10 No. അവളിവിടെ ഞെട്ടുവാ. ഓക്കെ, 10 കുട്ടികൾ. ഓക്കെ. Infinity. ഓ, ഇൻഫിനിറ്റി ദൈവം എൻ്റെ അടുത്ത് ചോദിക്കും. ഓക്കെ, ഇപ്പം റഷ്യയിലെ ആളെ കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും റഷ്യയിലുള്ള ലൈഫ് സ്റ്റൈലും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി. 3 months അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് മനസ്സിലായിട്ടുണ്ടോ? നമ്മളിപ്പോൾ കല്യാണം കഴിച്ചൊരു വീട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ പുറത്തോട്ടാണ് പോയത്, അവിടുത്തെ കൾച്ചർ ഇവിടുത്തെ കൾച്ചർ എന്താണ് ഡിഫറെന്റ് എന്ന് തോന്നിയിട്ടുണ്ടോ? രണ്ടും ഒരേപോലെ തന്നെ. രണ്ടും ഒരുപോലെയോ? ആ ഫുഡിന്റെ കാര്യമായാലും കഴിക്കാൻ നേരത്തെ എല്ലാവരും ഇതായിട്ടില്ല, ഫാമിലി ആയിട്ടിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ അവര് ജോലി ചെയ്യുമ്പോൾ കൂടെ പോയി സഹായിക്കണം. മോശമാണ് അത് അവർ മാറി നിന്ന് പറയും, അത് എല്ലായിടത്തും ഉള്ളതാണ്. ഓക്കെ, അത് വേറെ ഒരു ഇതും തോന്നിയിട്ടില്ല. ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഞാൻ ഈ ഇന്റർവ്യൂവിൽ മൊത്തം പുള്ളിയാണ് എന്നോട് സംസാരിച്ചത്. എന്താ ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നത്, ഭയങ്കര എക്സ്ട്രോവേർട്ട് എന്നാ ഞാൻ വിചാരിച്ചത്. ഇൻട്രോവേർട്ട് ആണോ? ക്യാമറ ഒന്ന് ഓഫാക്കുകയാണെങ്കിൽ പിന്നെന്തിന് ഇന്റർവ്യൂ, പിന്നെ നമുക്കൊണ്ടൊക്കെ സംസാരിച്ചാൽ പോരെ. ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കോഫി വേണമെന്ന് പറയുമ്പോഴത്തേക്ക് സ്പൂൺ എടുത്തിട്ട് സ്കിന്നിൽ ഇങ്ങനെ ആക്കുന്നത്. ആരുടെ ഐഡിയ ആയിരുന്നു അത്? ഓക്കെ, അത് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു സംഭവം. അത് എങ്ങനെ തോന്നി അങ്ങനത്തെ ഒരു ഐഡിയ? അല്ലാതെ എപ്പോഴും വന്ന് കോഫി ചോക്ലേറ്റ് ഗേൾ എന്നൊക്കെ പറയാം. ചെയ്തു നോക്കും. Yeah, we special we want show people's how this not have walls, no need so many be strict with different peoples, and we special do jokes like coffee powder. After I think we more than do something just for fun, but deep then for people's. ഓക്കെ, അത് ഭയങ്കര റീച്ച് ആണ്. അതിൽ കമന്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഫേസ്ബുക്കിൽ അതെനിക്ക് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ്. എന്താ ഫേസ്ബുക്കിൽ വന്ന കമന്റ്സ് ഒക്കെ? ഫേസ്ബുക്കിൽ ഞാനങ്ങനെ മൈൻഡ് ആക്കിയിട്ടില്ല, അത് മറന്നു. നല്ല രീതിയിൽ എന്നാലും ബാഡ് കമന്റ്സ് ഉണ്ട്. എന്തായിട്ടാണ് ബാഡ് കമന്റ്സ് അവര് പറയുന്നത് കൂടുതലും? എടുത്തു നോക്കിയാലേ അറിയത്തുള്ളൂ. എന്നാലും എന്തെങ്കിലും കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഒരുത്തൻ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, എന്തോ അതെല്ലാ വീഡിയോയിലും ഉണ്ട് ആ സെയിം തന്നെ. അന്ന് പറയാന്ന് എന്തോ ഇപ്പൊ കൂടെ തന്നെ ഉണ്ടോ, നാട്ടിലേക്ക് വരുമ്പോ അവനെ കൊണ്ട് തന്നെ വരണം, അല്ലാതെ ഇവിടെ വന്നിട്ട് നിന്നെ സ്ത്രീധനം തരാതെ കെട്ടാൻ വേറെ ആരും ഇല്ല. ഒരു അമ്മാവൻ അങ്ങനത്തെ ഒരു സംസാരം, അമ്മാവന്മാരിങ്ങനെ സംസാരം അതേപോലെ തന്നെ മൊത്തം എല്ലാത്തിലും ഉണ്ട്. എന്താ സ്ത്രീധനം എന്താ ഇവിടെ നിന്നെ സ്ത്രീധനം തരാതെ കല്യാണം കഴിക്കാൻ ആരും ഇല്ല. അല്ല അപ്പൊ സ്ത്രീധനം ഇപ്പോഴും ഉണ്ടോ? മനസ്സിലാവുന്നില്ല. ഓക്കെ, അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇപ്പോഴും ഉണ്ടോ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിക്കുന്നത്? അങ്ങനെ കേട്ടിട്ടുണ്ടോ? റിലേറ്റീവ്സ് ആരെങ്കിലും പറയുന്നത്? ഇല്ലല്ലോ. ഇത് ഏത് ടോക്സിക് പോകാൻ തോന്നിയിട്ടുണ്ടോ? പുള്ളിക്ക് ഇതൊക്കെ കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. ഇങ്ങനത്തെ ടോക്സിക് കമന്റ് ഇപ്പോഴും കൂടെ ഉണ്ടോ, അതിന് പോകെ കാണാൻ കൂടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ 1 year ആയില്ലേ മാരേജ് കഴിഞ്ഞിട്ട്? എങ്ങനെയുണ്ട്? പ്രേമിച്ച പോലെ തന്നെയാണോ കല്യാണം കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, കുറച്ച് മെച്ചൂരിറ്റി കൂടിയ പോലെ തോന്നിയിട്ടുണ്ടോ?
തോന്നിയിട്ടുണ്ട്? പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. ഒരു കൊച്ചുകുട്ടിയെ പോലെയാണോ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെ? അങ്ങോട്ടും ഇങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടും വീട്ടിലൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ വരുമ്പോഴത്തേക്ക് പുള്ളി എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് ഇയാളുടെ ഫാമിലിയിലൊക്കെ? വീട്ടില് വരാറത്ത് ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഏതെങ്കിലും ഷോപ്പ് ആണെങ്കിൽ നിർത്തും. ഞാൻ ചിന്തിക്കത്തില്ല വീട്ടിൽ എന്തെങ്കിലും മേടിച്ചോണ്ട് പോകണം, പുള്ളി നിർത്തും. അമ്മയ്ക്ക് എന്തെങ്കിലും മേടിക്കണം, കഴിക്കാനായാലും മേടിക്കണം. ഇപ്പൊ എവിടെയെങ്കിലും ഷോപ്പില് മാളിലൊക്കെ പോവാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇത് മേടിക്കാം, വീട്ടിലത്തെ ഈ സാധനങ്ങൾ മേടിക്കാനൊക്കെ വീട്ടുകാരോട് നല്ലതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറെ റിലേഷൻഷിപ്പ് ഇപ്പൊ കേരളത്തില് ബ്രേക്കപ്പ് ആവുന്നു, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പുറത്തോട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ കൾച്ചറും നമ്മുടെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി നിൽക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഇവിടുത്തുള്ള ഏതെങ്കിലും ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പാർട്ട്ണറൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ്? കുറെ പറഞ്ഞിട്ടുണ്ട്. എന്താ അവർ പറയുന്നത്? ഏതെങ്കിലും ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ട് പാർട്ട്ണറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും ഇപ്പം എൻ്റെ മിക്ക മെസ്സേജിൽ എൻ്റെ കൂട്ടുകാരിമാരായാലും വന്ന് പറയുന്നത് എനിക്കൊരു റഷ്യം എന്നെ വേണം, എനിക്കൊന്ന് സെറ്റാക്കി താ, എനിക്ക് ഫോറിന് കിട്ടണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ എല്ലാരും സിംഗിൾ ബോയ്സ് ഇൻ റഷ്യൻ. Single boys? Yes. I have friends. They will ask, okay, you have any pretty girls in India? വല്ലൊക്കെ കൊണ്ട് എനിക്കിനിപ്പോ എന്തിനാ, എനിക്കല്ലേ വേറെ ആർക്കെങ്കിലും. I say first you come here. ഓക്കെ, അത് നീ ഇവിടെ വന്നിട്ട് നീ കെട്ടുന്നതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ എനിക്ക് റഷ്യൻ ആരെങ്കിലൊക്കെ സെറ്റ് ആക്കിത്താന്നൊക്കെ? ഓക്കെ, അപ്പം കേരളത്തിലുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാ ബോയ്സും കളറിലും സൗന്ദര്യത്തിലും നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിലെ ബോയ്സ് ഇപ്പൊ കമന്റ് നമ്മൾ അങ്ങനെയൊന്നുമില്ല, നമ്മൾ മനസ്സ് നോക്കി സ്നേഹിക്കുന്ന പയ്യന്മാരൊക്കെ ഉണ്ടല്ലേ ഏട്ടാ? നിങ്ങളൊക്കെ എല്ലാരും ഒരുപോലെ അല്ലേ? എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പറഞ്ഞിട്ടുണ്ട് പുള്ളിയോട് കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രപ്പോസ് ചെയ്യുന്നത്. വിചാരിച്ചേക്കുന്ന ഇവിടെയുള്ള ബോയ്സ് മൊത്തവും ഗേൾ ഫ്രണ്ട്സിനെ അടിക്കുകയും വൈഫിനായാലും റെസ്പെക്റ്റ് ഇല്ലാതാണ് ഇതാണെന്നൊക്കെ അന്ന് ഇന്റർവ്യൂ ചെയ്തത് പറഞ്ഞായിരുന്നു. പക്ഷെ അതല്ല സത്യം, എല്ലാരും ഒരേപോലെ അല്ല, അത് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവ കാണുന്ന എല്ലാം അങ്ങനത്തതാണ്, അതുകൊണ്ട് കാണുന്നതിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാണുന്ന എല്ലാം ഫ്രണ്ട്സിന്റെ ആയാലും അടിക്കുന്നതും ചീത്ത പറയുന്നതും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നാട്ടില് സ്ത്രീധനത്തിന്റെ പേരില് മരിക്കുന്ന പെൺകുട്ടികളുടെ ജാതിയുടെ ആയാലും മതത്തിന്റെ ആയാലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീധനം എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അവർക്ക് അതൊക്കെ അറിയാം. സ്ത്രീധനം അവിടെ ഇല്ലല്ലോ. അവിടെ എങ്ങനെ ജനിച്ചാൽ മതി. സ്ത്രീധനം, ഗോൾഡിന്റെ റേറ്റ് ഇതൊക്കെ പുള്ളിക്കറിയോ? അങ്ങനെ ഒന്നും വേണ്ട എനിക്കൊന്നും. എന്റെ അടുത്ത് പറഞ്ഞു ഗോൾഡ് ഒന്നും വേണ്ട, എന്തോത്തിന് അവിടെ ഗോൾഡിനൊന്നും അത്ര ഇതില്ല, ഡിമാൻഡ് ഇല്ല. ഇവിടെയാണ് നീ അത് കൊറേ പ്രാവശ്യം പറഞ്ഞു, എനിക്ക് കൊറേ മേടിക്കണം, ഗോൾഡ് കുറെ മേടിക്കണം. ഓക്കെ, അപ്പൊ ഈ സ്ത്രീധനവും ഇതിന്റെ കാര്യമൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നിയിട്ടില്ല? നമ്മൾ ഈ കേരളത്തിൽ ഇങ്ങനെ കുറെ ഉണ്ട്, സ്ത്രീധനത്തിന്റെ പേരിലും അല്ലെങ്കിൽ കളറിന്റെ പേരിലും ബോഡി ഷേമിങ്ങിന്റെ പേരിലും ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി ഗേൾസ് ഇപ്പോഴും സഫറുണ്ട്. എനിക്കത് നിങ്ങളുടെ യൂട്യൂബിൽ ആ ഇന്റർവ്യൂ ഇട്ട സമയത്ത് ഒത്തിരി കമന്റ്സ് മോസ്റ്റ്ലി ഗേൾസ് ആണ്. അവർ പറയുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരാള് നമ്മുടെ കേരളത്തിലെ കൾച്ചർ നമ്മളെ മനസ്സിലാക്കി ഗേൾസിന് ഇത്രയും റെസ്പെക്ട് ചെയ്യുന്ന. സത്യം പറഞ്ഞാൽ ഗേൾസിന് എന്താണ് വേണ്ടത് പറഞ്ഞു? ഒരു റെസ്പെക്ട്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, ഇതാണ് വേണ്ടത്. മനസ്സിലായോ ഇവിടെ പറയുന്നേക്ക്? അവന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട് കേട്ടോ മലയാളമൊക്കെ. ഓക്കെ, അപ്പം ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾ വഴക്കൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ എങ്ങനെയാ അത് പെട്ടെന്ന് സെറ്റ് ആവുന്നത്? സംസാരിച്ച് തീർക്കും. ആദ്യമൊക്കെ വഴക്ക് കൂടി മാറി അങ്ങ് നിൽക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നുമല്ല, നിങ്ങൾ സംസാരിച്ചാലേ പ്രശ്നം തീരത്തുള്ളൂ. എന്റെ മനസ്സ് വായിക്കാൻ പറ്റത്തില്ല അവന്, അതേപോലെ തന്നെ എനിക്കും. പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് തോന്നിയത്. ഇനിയിപ്പോ ഫ്യൂച്ചർ പ്ലാൻ എങ്ങനെ? കണ്ടന്റ് ക്രിയേറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട് ലൈഫ്? പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് റീൽസ് ഒക്കെ എടുക്കുന്നതൊക്കെ? വരാറുണ്ട് റീൽസ് ഒക്കെ എടുക്കാൻ? മടിയാണ് വിളിക്കാൻ. ഞാൻ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടിട്ട് ഒന്ന് വിളിക്കും, നമുക്ക് റീൽസ് എടുക്കാം. വന്നിട്ട് ഞാൻ ഈ ടൈപ്പ് അല്ല, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ റീൽസ് ഒക്കെ എടുക്കുമ്പോ. സോ റൊമാൻറ്റിക് ഇൻ റീൽസ്. In life I also like this. റീൽസിലൊക്കെ ഭയങ്കര ഇതാ വലിച്ചു, എല്ലായിടത്തും തന്നെയല്ലേ വലിച്ചു വെച്ചോണ്ട് വരണല്ലോ റീൽസിലൊക്കെ. She every time say something acting, but I like this. What I need acting, I be myself. Okay. Yes. Sometimes if need something jokes, I do acting. Okay, എന്തെങ്കിലും പാട്ട് പാടോ പുള്ളിയുടെ ഭാഷയിലായാലും? Okay, can you sing a song in Russian? Yeah, any song. അതോടുകൂടി നമുക്കതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം. പുള്ളി എപ്പോഴത്തേക്കൊന്ന് ശ്വാസം വിട്ടിട്ട്. Every day we listen only Malayalam, Tamil songs. ഓ, എന്നിട്ട് മലയാളം പറഞ്ഞാൽ മലയാളം അറിയത്തില്ല. Russian songs I so long not listen. Okay, any song.
ജോണി എസ്പപ്പ ആയാലും കുഴപ്പമില്ല. Confusing Russian song. നമുക്ക് ജനനമനെങ്കിലും അറിയാം. നിന്നെ കൊണ്ട് പാട്ട് പാടിയാ ഞാൻ കൊടുത്തില്ല. Okay, can. 2 line only, 2 line. Any 2 line. You know, in my mind, not coming Russian songs. Okay. Выйду ночью в поле с конем. I not remember songs, sorry. I need... Child song. В лесу родилась елочка, в лесу она росла, зимой и летом стройная, зеленая была. Метель ей пела песенку, спи, елочка, бай-бай. ഉള്ളാണോ ഡൈലൈനൊക്കെ? This നല്ല ക്യൂട്ടായിട്ട് ഇങ്ങനെ ആടിയാടി എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ആടിയാടി പറയുന്നത്. I'm not singer because Okay. I can move, dance or something like this, but when sing, something like stuck. My brain. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് ലൈഫൊക്കെ. എങ്ങനെയുണ്ട് ഇന്റർവ്യൂ? ഹൗ യു ഫീൽ ദ ഇന്റർവ്യൂ? Yeah, super, thank you, very good. റിവ്യൂ പറ. ഇനി മേലെ Very friendly atmosphere, very smile team, very good. ഓക്കെ, വെരി ഗുഡ് ലൈറ്റ്. ഓക്കെ. അപ്പൊ ഫ്യൂച്ചർ പ്ലാനൊക്കെ ഇനി കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഭയങ്കര ഇൻഫ്ലുവൻസർ ഒക്കെ ആയി അങ്ങനെയാണ് ഇപ്പോഴത്തെ കറന്റ് ഇപ്പം നടക്കുന്ന ലൈഫ് അല്ലേ? അപ്പൊ എന്തായാലും ഓക്കെ, നല്ലതായിട്ടിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Thank you. ഓക്കെ. Like to you, comment to you, subscribe to you. ഒന്നുകൂടി പറഞ്ഞേ. Like to you, comment to you, subscribe to you. ഓക്കെ, ഇത് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ.